ഹലോ ഗൈസ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അന്ന് കപ്പിൾസിന് മാത്രം മൂവീസ് കണ്ടാൽ മതിയോ? പോരാ, സിഗ്മകൾക്കും ബാച്ചിലേഴ്സിനൊക്കെ മൂവി കാണണ്ടേ? അപ്പൊ അവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അഡാറ് പട്ടാണ് ആന്റണി വർഗീസ് പെപ്പേന്റെ ദാവീദ്. ഇടി ഇടി ഇടി, നല്ല കനത്തിലുള്ള ഇടി. പെപ്പയുടെ ഇടി അങ്ങ് അങ്കമാലി ഡയറീസ് തൊട്ട് RDX വരെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത്തവണ മാട്ട അടി മാറ്റി നല്ല കിഡ് ബോക്സിംഗ് ഇടിയാണ് ദാവീദിൽ നമുക്ക് കാണാൻ കഴിയുക. ഗോവിന്ദ് കൃഷ്ണ എന്ന യുവ ഡയറക്ടറാണ് മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ബോക്സിങ്ങിനെ പശ്ചാത്തലമാക്കിയാണ് ദാവീദ് മൂവിയുടെ കഥ സഞ്ചരിക്കുന്നത്. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോഴിക്കോട് പൂളാടിക്കുന്നിലെ രാഘവേട്ടനെ പടത്തിൽ കലർപ്പില്ലാതെ കാണിച്ചിട്ടുണ്ട്. ബോക്സിങ്ങിനെ പ്രണയിച്ച് ബോക്സിങ്ങിനായി ജീവിച്ചു ബോക്സിങ്ങിന് വേണ്ടി മരിച്ച കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ, പുത്തലത്ത് രാഘവേട്ടനെ ബിഗ് സ്ക്രീനിൽ അവതരിപ്പിച്ചത് നമ്മളെ മറ്റൊരു രാഘവേട്ടനാണ്. വിജയരാഘവൻ ചേട്ടനാണ് പുത്തലത്ത് രാഘവേട്ടനെ ബിഗ് സ്ക്രീനിൽ അവതരിപ്പിച്ചത്. ബോക്സിങ്ങിനെ പ്രണയിച്ച രാഘവേട്ടന്റെ ആ ഒരു ജീവിത രീതി, ബോക്സിങ്ങിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഒരു ബോക്സിംഗ് വില്ലേജ് തന്നെ കോഴിക്കോട് ഉണ്ടാക്കി മാറ്റിയ കഥ, ഇതൊക്കെ തന്നെ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. മൂവിയിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീനൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ ബോക്സിങ്ങിന്റെ എല്ലാ രീതിയിലുമുള്ള ആ ഒരു സ്റ്റൈല് നമുക്ക് മൂവിയിലുള്ള ഓരോ ഫൈറ്റ്സിലും കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ പെപ്പെ ഈ മൂവിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഈ റീസെന്റ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അത് വലിയൊരു വാർത്തയൊക്കെയായി മാറിയിരുന്നു. ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിന്റെ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യ ആക്ടർ എന്നൊരു പദവിയും ആന്റണി വർഗീസ് പെപ്പയ്ക്കാണുള്ളത്. അത് അദ്ദേഹത്തിന്റെ ആ ഫൈറ്റിംഗ് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പഴയ ഒരു നാടനടി മാറിയിട്ടൊരു പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് വരുമ്പോഴുള്ള ചേഞ്ചസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ടീം PC സ്റ്റണ്ട്സ് ആണ് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്രത്യേക അപ്രീസിയേഷൻ ആ ഒരു PC സ്റ്റണ്ട്സിന് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂവിയിലെ സ്റ്റോറി ലൈനിലേക്ക് വരുമ്പോൾ അറിയാലോ, ഇടിപ്പടത്തിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോറി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ വയലൻസ് മൂവീസ് ആണെങ്കിൽ മോസ്റ്റ് ഓഫൺ റിവെഞ്ച് ആയിരിക്കും വയലൻസ് മൂവീസിലുള്ള സ്റ്റോറി ലൈൻ. ഇടിപ്പടങ്ങളിലാണെങ്കിലോ ഈഗോ ക്ലാഷും. സോ ഈ മൂവിയിൽ അങ്ങനെ തന്നെയാണ്. ദാവീദിന്റെയും ഗോളിയാത്തിന്റെയും കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു ഇന്റർനാഷണൽ ബോക്സറും കൊച്ചിയിലുള്ള ഉദ്ഘാടന വേദികളിൽ ബോഡി ഗാർഡായി പോകുന്നൊരു നാടൻ ഇടിക്കാരനും തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ്. സോ ചില കാര്യങ്ങളൊക്കെ അവിശ്വസനീയമാണെന്ന് തോന്നുമെങ്കിലും അത് വിശ്വസനീയമാക്കുന്ന രീതിയിൽ ഡയറക്ടർ അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഗോദ, ദങ്കൽ, ഇറുതി സുട്രും, ഈ മൂവിയിലൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു എനർജി, സ്പിരിറ്റ് നമുക്ക് ഈ ദാവീദിലും കാണാൻ പറ്റും. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ക്ലീഷേ ക്ലൈമാക്സ് മാറ്റിയിട്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന ക്ലൈമാക്സ് ആണ് ഇതിൽ ഡയറക്ടർ വെച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ദാവീദ് ഒരു സ്പെഷ്യൽ മൂവി തന്നെയാണ്. സോ ഫെബ്രുവരി 14 ഇറങ്ങിയ ഒരു മാസ് എന്റർടൈനർ, ഒരു ഇടിപ്പടം തന്നെയാണ് ദാവീദ്. കാണാത്തവർ ഡെഫിനറ്റ്ലി പോയി കാണുക.